ധീരന്മാരായി ജീവിക്കുവാൻ ചാണക്യൻ നൽകിയ മഹത്തായ വചനങ്ങൾ. ആരുടെയും മുന്നിൽ നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കേണ്ടതില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. പാമ്പിൻ്റെ പല്ലിൽ, തേളിൻ്റെ വാലിൽ, മനുഷ്യൻ്റെ മനസ്സിൽ മഹാവിഷം കുടിയിരിക്കുന്നു. രണ്ടാളുകൾക്ക് വന്ന് എന്തും കളിച്ചു പോകാൻ പറ്റുന്ന മൈതാനം പോലെയായിരിക്കരുത് നിങ്ങളുടെ ജീവിതം. ബുദ്ധിമാന്മാർ ചില ഘട്ടങ്ങളിൽ മിണ്ടാതിരിക്കും. എന്നാൽ അറിവ് മാത്രമുള്ളവർ അതേ ഘട്ടങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങും. വിഡ്ഢികളാണെങ്കിൽ വാദപ്രതിവാദങ്ങളിലും വിവാദങ്ങളിലും മുഴുകും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമാണുള്ളത്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ചെയ്യാതെ നിങ്ങൾ ഉറങ്ങണം. ലക്ഷ്യത്തിന് നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം. നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കട്ടെ, കാഴ്ചപ്പാടുകൾ നല്ലതായിരിക്കട്ടെ. കാരണം കാഴ്ച മങ്ങിയാൽ മരുന്നുണ്ട്, എന്നാൽ കാഴ്ചപ്പാട് മങ്ങിയാൽ അതിന് മരുന്നില്ല. അസംഭവ്യം ഈ ശബ്ദം മടിയന്മാരുടെ നിഘണ്ടുവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബുദ്ധിമാന്മാർ അവരുടെ മാർഗം സ്വയം തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുക. ദുർബലനായ ഒരു വ്യക്തിയോട് ശത്രുതയുണ്ടായാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ അയാൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് തടസ്സമായി മാറുക. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ആർക്കും വാഗ്ദാനങ്ങൾ നൽകരുത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുപിതനായിരിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ നൽകുകയും അരുത്. അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. ഇത് ജീവിതത്തിൻ്റെ 3 മൂലമന്ത്രങ്ങളാണ്. ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയില്ല. വീട്ടിലെ രഹസ്യമായ കാര്യങ്ങൾ, ധനം നശിച്ചു പോയതിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ലോകമെന്ന ഈ വേദിയിൽ നിങ്ങളുടെ ജീവിതമെന്ന നാടകം ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കൂ. നിങ്ങളുടെ നാടകത്തിൻ്റെ തിരശ്ശീല വീണതിന് ശേഷവും ഇവിടെ കയ്യടികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പരിശ്രമവും കൂടാതെ എന്തെങ്കിലും നേടിയവരേക്കാൾ നിങ്ങൾ മഹാൻ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം ആരംഭിക്കുകയാണെങ്കിൽ പരാജയം ഉണ്ടാവുമെന്ന് ഭയപ്പെടരുത്. നിങ്ങൾ തുടങ്ങിവെച്ച കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയുമരുത്. ആരാണോ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർ ജീവിതത്തിൽ ഉന്നതി നേടിക്കൊണ്ടേയിരിക്കും. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങളുടെ ചെലവും നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ അറിവും കുറവാണെങ്കിൽ നിങ്ങളുടെ സംസാരവും കുറയ്ക്കേണ്ടതാണ്. തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നതിലൂടെ അകാരണമായ ഒരു ശത്രുവിനെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിഡ്ഢിയുടെ പക്കൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം ഒരു ദുഷ്ടൻ്റെ പക്കൽ നിന്നും വിമർശനങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. ഈ വചനങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കൂ. നിങ്ങൾ കൂടുതൽ ശക്തരാകൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകൾ, അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.